വൈകിട്ട് ഞങ്ങളുടെ ഭക്ഷണം ചപ്പാത്തിയാണെന്നാ. അപ്പം ഫ്രിഡ്ജിൽ കുറച്ച് വെജിറ്റബിളൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് ഒരു തട്ടിക്കൂട്ടി ഒരു വെജിറ്റബിൾ കറി അങ്ങ് തയ്യാറാക്കി എടുക്കുക. ഏതായാലും ചപ്പാത്തിക്ക് കറി വേണമല്ലോ. അപ്പം ഇത് ഒരു 3-4 ഐറ്റം വെജിറ്റബിൾ ചേർത്തിട്ടുള്ള വെജിറ്റബിൾ കറി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമയെന്ന് പറയാം. അപ്പം പലരും പല രീതിയിലായിരിക്കും ചെയ്യണത്. ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കണത്. അതൊരു നമുക്ക് വെജിറ്റബിളും ഒക്കെ ഇരിപ്പുണ്ട്. അത് അരിഞ്ഞും കഴുകി പിറക്കി എടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞ ഒരു അരമണിക്കൂറും കൊണ്ട് ഇത് ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് കറി ഉണ്ടാക്കിയാൽ മതി. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് നോക്കിക്കളയാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ പതിവ് പോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കിച്ചണിൽ പോയി നമ്മുടെ പരിപാടി തുടങ്ങാം. ഇന്ന് നമ്മൾ ഒരു വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുക. അതിനായിട്ട് ഒരു 4 ബീൻസ് ഞാൻ നീളത്തിലാട്ടോ സ്ലൈസ് ചെയ്തേക്കണം. കുറച്ച് നീളത്തിൽ സ്ലൈസ് ചെയ്തു. പിന്നെ ഒരു 2 പച്ചമുളക്, അത് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ള പച്ചമുളക്. പിന്നെ നമുക്ക് 2 മീഡിയം സൈസ് പൊട്ടറ്റോ, അത് തൊണ്ട് ചെത്തി വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് വൃത്തിയായി കഴുകി വാരി എടുത്തതാണ്. ഇപ്പം നമ്മൾ വേവിക്കാനുള്ളത് കൊണ്ട് ഒന്നിച്ച് അടുപ്പത്തേക്ക് വെക്കാനുള്ളതാട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്. പിന്നെ ഈ ഗ്രീൻ പീസിനോട് അധികം താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നുള്ള എടുത്തിട്ടുള്ളൂ. ഇത് ഉണങ്ങിയ ഗ്രീൻ പീസ് മേടിച്ചിട്ട് നമ്മൾ 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അപ്പം നന്നായിട്ട് സോക്കായതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. ദേ ഇപ്പൊ തന്നെ ഇതേ പൊട്ടിക്കുമ്പോ ദേ 2 ഇതായിട്ട് വിട്ടു പോകാനാ കണ്ടതോ. അപ്പൊ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ തന്നെ ഇതിട്ടാലും ഇത് വെന്ത് കിട്ടിക്കോളും. ഇത്രയും വെള്ളത്തിൽ കിടന്ന് കുതിർന്നത് കൊണ്ട്. അപ്പൊ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും ഇട്ട് ഒന്നങ്ങ് വേവിക്കാം. ഒരു പിഞ്ച് മഞ്ഞളും അതിന് ചേർക്കാം, മഞ്ഞപ്പൊടി പിഞ്ച് പൊടിക്കുക. എന്നിട്ട് നമുക്ക് ഒരു 2 വിസിലടുപ്പിച്ചാൽ മതി. ഇത് കലങ്ങി പോകരുത്. എന്നാന്ന് വെച്ചാൽ കുറുമയായിട്ട് എടുക്കുമല്ലേ, ഇപ്പൊ കഷ്ണങ്ങൾ കാണണം. അതുകൊണ്ട് കേട്ടോ, സബ്ജി ആണെങ്കിൽ ഉടഞ്ഞിരിക്കണം. ഇതിപ്പോ കുറുമയായതുകൊണ്ട് കുറച്ച് കഷ്ണം ഉടയാതെ ഇരിക്കണം ഇതില്. അപ്പൊ നമുക്ക് വേവിക്കാൻ നോക്കാം. അപ്പൊ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് നമുക്കിട്ട് കഴിഞ്ഞിട്ടത് പറയാം. അപ്പൊ ഇച്ചിരി വെള്ളം അതിൽ കിടന്നാലും നമുക്ക് കുഴപ്പമില്ല. കുറുമയാകുമ്പോ നമുക്ക് ഇച്ചിരി ഗ്രേവി വേണമല്ലോ. അപ്പൊ എല്ലാ സംഗതികളും ഒന്നിച്ച് നമ്മൾ ചേർക്കുക കേട്ടോ. ഒരു ഞാനൊന്ന് മിക്സ് ഇങ്ങനെ ആക്കിക്കോട്ടെ. ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടെ ചേർക്കാം. പിന്നെ 2 കഷ്ണം നമുക്ക് അരയ്ക്കാൻ ചേർത്താൽ മതി. ദേ പച്ച ഇഞ്ചി സ്ലൈസ് ചെയ്തൂടെ വെച്ചിട്ടുണ്ട്. ഇഞ്ചി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിനുള്ള കഷ്ണത്തിന് പിടിക്കാനുള്ള ഉപ്പും ഞാൻ പറഞ്ഞില്ല, ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. ഇത് മതി ഉപ്പ, കഷ്ണത്തിലേക്കുള്ള ഉപ്പായത് ഇടട്ടെ. ഞാൻ കുക്കർ കൊണ്ട് തന്നെ ഒന്നോടെ ഒന്ന് ചുറ്റിക്കട്ടെ കേട്ടോ ക്യാമറ. ഇനി നമുക്ക് അടപ്പ് കൊണ്ട് അടയ്ക്കാം. അടപ്പ് കൊണ്ട് അടച്ചിട്ട് വെയിറ്റ് ഇടാറാകുമ്പോൾ ഞാൻ വെയിറ്റ് ഇടും. എന്നിട്ട് 2 വിസില് അടിച്ചു കഴിയുമ്പോൾ ഓഫ് ചെയ്യും. അടയ്ക്കുക. ദേ നമ്മൾ ആ കുക്കറിൽ ഒഴിച്ച് വെള്ളം കഷ്ണത്തിന്റെ മീതെ നികക്ക നിപ്പുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെള്ളം ഇച്ചിരി അധികം ഉണ്ടെങ്കിലും കുറുമയായതുകൊണ്ട് ആവശ്യമുണ്ടെന്ന് വെള്ളം. അപ്പൊ നമുക്കിനി അടച്ചു കളഞ്ഞാലോ. അവിടെ ഇരുന്ന് വെജിറ്റബിൾ വേവുമ്പോഴത്തേക്കും നമുക്കിവിടെ ബാക്കി ഇൻഗ്രീഡിയൻസ് വഴറ്റാം. അതായത് വഴറ്റാനായിട്ട് അത് എണ്ണ ഒഴിച്ചു. നമുക്ക് അതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം പട്ട, 1 ഏലക്ക, 2 ചെറിയ ഗ്രാമ്പു. കാരണം ഇച്ചിരി ഇടുന്നതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഐറ്റം കുറുമയ്ക്ക് നമ്മൾ കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളൂ. കൂടുതൽ സ്പൈസസിന്റെ ടേസ്റ്റ് വന്നാൽ ഭയങ്കര കുത്തലായി പോകും. ഒരു തരി പെരിഞ്ചീരകം കേട്ടോ, പെരിഞ്ചീരകം അത്. പിന്നെ 2 പീസ് ഇഞ്ചി, 2-3 ദളം വെളുത്തുള്ളി, ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കുരുമുളക് ചതച്ച് ചേർക്കണം. അതുകൊണ്ടാണ് മിക്സിങ്ങിൽ കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് സവോള ഇട്ടാലോ. ഒരു സവോള ഇടാം. ഇനി അത് വഴന്ന് വരട്ടെ കേട്ടോ. നേരത്തേക്കും വെജിറ്റബിളും വെന്തോളൂ അല്ലേ. ഇനി നമുക്കത് ഒരു കുഞ്ഞു ടൊമാറ്റോയും കൂടെ അതിലേക്ക് ചേർക്കും. അല്ലേ, അത് ആദ്യം കാണിച്ചായിരുന്നു തോന്നണോ, ഇല്ലെന്ന് തോന്നണം. അല്ലേ, പച്ചപ്പെല്ലാം മാറി സവോള ഉള്ളിയുടെ. അപ്പം ഇതും കൂടെ അതിലേക്ക് ചേർക്കുക കേട്ടോ. ഒരു കുഞ്ഞു ടൊമാറ്റോ. അല്ലേ,
ഇനി ഇത് ഇച്ചിരിയോടെ വഴന്ന് കഴിയുമ്പോൾ ഇച്ചിരി പൊടികളൊക്കെ ചേർക്കാനുണ്ട്. സ്വല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിന് ചേർക്കൂല. പകരം കുരുമുളക്, ഞാൻ പറഞ്ഞില്ലേ ആദ്യം, കുരുമുളക് ചേർക്കണം. പിന്നെ പച്ചമുളക് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ഈ കുറുമയ്ക്ക് അധികം എരിവ് പാടില്ല, അതുകൊണ്ടാട്ടോ. ഇച്ചിരി ഒന്ന് വഴന്നോട്ടെ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്തേച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ തണുത്തിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ. ഇച്ചിരി ഒന്ന് വഴറ്റിട്ടേട്ടോ. 2 മിനിറ്റ് മതി, എന്നിട്ടും വഴന്ന് വന്നോളൂ. ഇനി നമുക്ക് ഒരു 8-10 കുരുമുളകുണ്ട്, ചേർക്കും കേട്ടോ ഇതിലേക്ക്. ചതക്കൊന്നും വേണ്ട. അത് ഇത് ചെയ്യാനുള്ളതാ. ഇതിപ്പോ ഈ ഫോമിലല്ല കുറുമയായിട്ട് ചേർക്കണം, ഇത് അരച്ചെടുക്കണം. അപ്പൊ ഇത് പച്ചപ്പ് മാറാൻ വഴറ്റണമല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഏതാണ്ട് ഒരുവിധം മൂപ്പായി, ഡാർക്ക് ബ്രൗൺ ആവരുത്. അപ്പൊ അരച്ചെടുക്കാനുള്ളതുകൊണ്ട് അത് ശരിയാവില്ല. നമുക്കിതിലേക്ക് കുറച്ചാട്ടോ ഒരു പൊടിക്ക് മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ, ഈ സ്പൂണിന് മഞ്ഞപ്പൊടി അല്ല മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കഷ്ണം വേവിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം വേറെ പൊടികൾ ഇതിൽ ചേർക്കൂല. ഞാൻ പറഞ്ഞല്ലോ എരിവിന് ചേർത്തേക്കണ കുരുമുളകും പച്ചമുളകും ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ മല്ലിപ്പൊടി ചേർത്ത ഒരു പൊടിയുടെ പച്ച മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് തണുക്കാൻ അനുവദിക്കണം. മിക്സിയിൽ ചൂടോടെ അരയ്ക്കാൻ പറ്റൂല. എന്നിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്വല്പം തേങ്ങയും കൂടെ ചേർത്ത് ഇത് അരയ്ക്കണം. ഒരു പൊടിക്ക് തേങ്ങ. അപ്പം എന്നാണോ കൊഴുപ്പ് മൊത്തത്തിൽ ഒരു ചാറിനൊരു കുറുകൽ കിട്ടാനൊക്കെ ആയിട്ട്. കുറുകൽ കിട്ടാൻ വേറൊരു സംഭവം ചേർക്കണുണ്ട് ലാസ്റ്റ്. അത് അറിയാലോ എന്നാന്നുള്ളത്. അതിപ്പോഴും ഇവിടെ എടുത്തു വെച്ചാൽ ചിലപ്പോൾ പ്ലേറ്റ് കാലിയാവും. അതുകൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അത് അന്നേരം പറയാം. നമുക്ക് ഓഫ് ചെയ്താലോ? ഇത് മതി, അധികം ബ്രൗൺ ആകരുത്. ഓഫ് ചെയ്യുക കേട്ടോ. കലത്തിൽ ചൂട് അധികമായി പോകും. അതുകൊണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് കോരണതാണ് ഇത്. ഇനി പ്ലേറ്റിലിരുന്ന് തണുക്കട്ടെ കേട്ടോ. അന്നേരത്തേക്ക് ഞാനൊരു സ്വല്പം തേങ്ങ ഇരണ്ടി എടുക്കട്ടെ കേട്ടോ. തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കണം. എന്നിട്ടൊക്കെ ഇതിലേക്ക് ചേർത്താൽ മതി. അത്രേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് കുറുമേന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കോ വലിയ എന്തോ സംഭവമാണല്ലേ. പക്ഷെ ഇതിലിരുന്ന് തണുക്കട്ടെ. ഞാൻ ഇത് തണുത്തോ നമ്മൾ വഴറ്റിയ ഇൻഗ്രീഡിയൻസ് മസാല കേട്ടോ. പിന്നെ നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇതുള്ളൂ. അതായത് ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു മുറി എടുത്തേച്ച് ആ മുറിയുടെ 1/4 ഭാഗം ചിരണ്ടിട്ടുള്ളൂ കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ കഷ്ണത്തിന്റെ അനുസരിച്ച് തേങ്ങ മതിയല്ലോ. പിന്നെ ഇതാണ് ഞാൻ കൊഴുപ്പിന് ചേർക്കൂന്ന് പറഞ്ഞ കാഷ്യൂ. അതും സ്വല്പം എടുത്തിട്ടുള്ളൂ, കാരണം അധികം ഇല്ലല്ലോ നമ്മുടെ. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇതെല്ലാം ഒന്നിച്ച് ചേർത്തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് പാകത്തിനുള്ള അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചോണ്ട് ഞാൻ വരാം കേട്ടോ. ഇതിനാവശ്യമുള്ള വെള്ളം മതി. ഇനി നമുക്ക് വെജിറ്റബിള് ഞാൻ വെയിറ്റ് എടുത്തു, ആവിയൊക്കെ പോയിട്ടുണ്ട്. തുറക്കാം. വെന്തിട്ടും ഉണ്ട്, പാകം വേവും, കഷ്ണം ഉടഞ്ഞിട്ടില്ല അധികം. വെള്ളം കുറച്ച് അതിൽ മിച്ചമുണ്ട്. അത് ഇതിലേക്ക് കലത്തിലേക്ക് മാറ്റാം, കാരണം കുറുമയ്ക്ക് വെള്ളം വേണമല്ലോ. അത് കൃത്യ അളവ് അങ്ങനെ വെള്ളം വെച്ചാൽ ചിലപ്പോൾ വറ്റിയിരിക്കും. അതുകൊണ്ടാണ്. ഇനി വഴറ്റിയ ചട്ടിയാണ്. അതിൽ ഇച്ചിരി എണ്ണമയം ഒക്കെ ഇരിക്കുന്നതാട്ടോ. അതിലേക്ക് ഞാൻ പകർത്തുക. അത് കളയേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. കഷ്ണം ഇനി നമുക്ക് നമ്മളെ അരപ്പ് ഇതിലേക്ക് ആദ്യം ചേർക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ട് പിന്നെ അരപ്പ് തിളച്ചു വരണം. അരപ്പ് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. അരപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. പിന്നെ അരപ്പ് കലക്കിയ വെള്ളം അല്ല, മിക്സി കലക്കിയ വെള്ളം ഞാൻ കഴുകിയ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും കേട്ടോ. അത് ആദ്യം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇച്ചിരൂടെ വെള്ളം വേണ്ടി വരും, നോക്കാം. വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്തേക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. എന്നാന്ന് വെച്ചാൽ നമുക്ക് വറ്റി വരുമ്പോൾ അല്ലെങ്കിൽ കണ്ടമാനങ്ങ് വറ്റി ഒട്ടും ഉണ്ടാവൂല. കുറിയാണ് ഇരിക്കണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് ചേർക്കണ്ടേ, അതല്ലേ നല്ലത്. ഇപ്പൊ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഒരായിണ്ട്, കുറച്ച് വെള്ളം കൂടെ ഒഴിക്കതേ. മതിയാവും. ഓൺ ചെയ്യട്ടെ ഗ്യാസ് ഓൺ ചെയ്ത് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. ഇതിന് കടുക് വറക്കൊന്നുമില്ല. ഇതിന്റെ മീതെ നമുക്ക് നമ്മുടെ കസ്റ്റഡിയിൽ ഇപ്പം ഇരിപ്പുണ്ട് മല്ലിയില. അതുകൊണ്ട് സ്വല്പം
മല്ലിയില തൂകണം മീതെ. ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അതെ. അതോടുകൂടി ഈ വെജിറ്റബിൾ കുറുമയുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ ഓർക്കില്ല ഏതാണ്ട് വലിയ സംഭവമാണ്. അതെ. പക്ഷെ അത്ര വലിയ സംഭവമൊന്നും അല്ല ചെയ്യാനേ. അത്ര ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയായി. ദേ ഞാനൊന്ന് കഷ്ണം ഇളക്കി കാണിക്കാം. ദേ മീതെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്വല്പം മല്ലിയില വെച്ചിട്ടുണ്ട് കേട്ടോ. ദേ അടിപൊളി. അതിൻ്റെ തിക്നെസ് ഒന്ന് കാണിക്കണം. ഞാനൊന്ന് താഴത്തേക്ക് വെച്ചേച്ചാ ചാറൊന്ന് കോരി കാണിക്കട്ടെ കേട്ടോ. എന്നിട്ട് കഷ്ണം കോരി എടുക്കാൻ വേണമെങ്കിൽ. കണ്ടോ തിക്നെസ് കാണാമോ? കാണാം. നമ്മൾ ഈ അരപ്പ് ചേർത്ത് ജസ്റ്റ് അരപ്പൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ചട്ടിയിൽ. അത് എല്ലാ അരപ്പുകളും ചേർത്ത് അരപ്പൊന്ന് പതുക്കെ ഒന്ന് തിളച്ച് വന്നോല്ലോ. അങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്ത് ഞാൻ ഡിസ്പ്ലേക്ക് വേണ്ടി വേറെ പ്ലേറ്റിലേക്ക് കോരി എടുത്തതാട്ടോ. എന്നിട്ട് മല്ലിയില വെച്ചതാണ്.